നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാവിഷലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, വാൽപ്പാറയിൽ ടൂറിസ്റ്റുകളായി പോയ അധ്യാപകരിൽ 10 പേർ മരിച്ചാൽ വിവരം കിട്ടുന്നു. ആ ഹതഭാഗ്യ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരുപടി വാർത്തകൾ ഇന്നുണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്നത് ഒരമ്മയെ തൃശ്ശൂർ ഭാഗത്ത് 4ാം നില മുകളിൽ നിന്ന് എടുത്തിട്ട് കൊന്ന മകനെക്കുറിച്ചാണ്. ഒരമ്മയും മകൻ തമ്മിൽ ബന്ധം വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് അമ്മയും മകൻ തമ്മിലാണ്, അല്ലെങ്കിൽ മകളും തമ്മിലാണ്. അച്ഛനും മക്കളുടെ അർത്ഥമില്ല. അങ്ങനെ നൊന്ത് വളർത്തിയ ഒരമ്മയെ ബിൽഡിങ്ങിൻ്റെ താമസസ്ഥലം ബിൽഡിങ്ങിൽ 4ാം നിലയിൽ താഴോട്ട് എറിഞ്ഞാൽ കൊന്നെങ്കിൽ അവനൊക്കെ മനുഷ്യമാണ്, മൃഗമാണ്. മൃഗങ്ങൾക്കൊരു മോശമല്ല. ശ്രദ്ധിക്കുക, അമ്മ ഒന്നുണ്ടാവുള്ളൂ, ഒരിക്കൽ മാത്രം. രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാണ്ട്. ഒന്ന്, ഇന്നലെ നമ്മൾ പറഞ്ഞു 5 MLA എങ്കിലും ഉള്ളവർക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാവുന്നു. അപ്പോൾ അത് പലരും ചോദിച്ചിട്ട് ഈ 5 പറഞ്ഞ് എന്ത് കണക്കിലാണ്? ന്യായമായ ചോദ്യമാണ്. വലിയ കണക്കൊന്നുമില്ല, സിമ്പിൾ പറയാം. ഇപ്പോൾ 71 പേരുടെ ഭരിക്കാം. അപ്പോൾ എന്താണ്, 3.5 ആൾക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടും. 23 60 20 10 70 71. അതല്ലെങ്കിൽ 140 പേരുണ്ടെങ്കിൽ 20 മന്ത്രി, അപ്പോൾ 7 പേര് വരാം. അപ്പോൾ ഈ 7ഉം 3.5യും 10.5 അതിൻ്റെ ആവറേജ് എടുക്കുക ഏതാണ്ട് 5 എന്ന് പറയും. അതുകൊണ്ടൊക്കെയാണ് ഇത് എഴുതപ്പെട്ട നിയമമല്ലോ, നമ്മൾ ഇത് കണ്ടുപിടിക്കാമല്ലേ. അതുകൊണ്ടൊക്കെയാണ് ഈ 5 MLA മാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാവൂ. ആ ഒരു കീഴ്വഴക്കം ഇല്ലെങ്കിൽ ഒരുപാട് സംഭവം ഉണ്ടാവും. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം തീരുമാനം എടുത്താൽ തന്നെ ഇനി മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ മന്ത്രിമാരുടെ എണ്ണത്തിൽ ആ വകുപ്പുകൾ കൊടുത്ത ഗ്രൂപ്പ്, ജാതി, മതം, വർഗം, ഇതിനൊക്കെ ആവശ്യമുണ്ടോ? അതാ പറഞ്ഞ് കെട്ടവനും ഇട്ടവനും കെടുത്തൊരു പഴഞ്ചലുണ്ട്. രാഹുൽ ഗാന്ധി ഒരുപാട് ശ്രമിക്കുന്നത് ശരിയാണ്, പക്ഷേ ഫലം കിട്ടുന്നില്ല. ഞാൻ ഒന്ന് ചോദിക്കും, നിങ്ങൾ ഈ അറിവിലേക്ക് വേണ്ടി പറയണം. കർണാടകയിലെ ശിവകുമാറാണ് AICC പ്രസിഡന്റ്, അല്ലെങ്കിൽ ശിവകുമാറാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ ഈ സുധാകരനൊക്കെ അനങ്ങോ? സുധാകരനൊക്കെ അങ്ങനെ കിടന്ന് ബഹളം വിളിക്കാൻ പിന്നെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തുമോ? അതാ പറഞ്ഞ ഗഡ്സ് വേണം. വെറും പദവിയും അല്ലെങ്കിൽ ഇതുപോലെ ആത്മാർത്ഥ്യം പോരാ, ഗഡ്സാണ്. 56 ഇഞ്ച് മോഡിയോടൊക്കെ എതിർക്കുമ്പോൾ നമ്മൾ നല്ല ഗഡ്സ് വേണം. ശിവകുമാർ അതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ AICCയുടെ പ്രസിഡന്റാക്കി ശിവകുമാറിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവല്ല, പ്രതിപക്ഷ പാർട്ടിയുടെ ചെയർമാനായിട്ട് വയ്ക്കുക. ഒരു 2-3 വർഷം ഇട്ടുകൊടുക്കുക. ചെയ്യില്ല. ഇത് തൂറിക്കുന്നത് മെഴുകാണ്. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട്. ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ, സുധാകരന് ഇതൊക്കെ പറയും ഇപ്പം എന്താ അവകാശം? ഒന്ന് APC പ്രസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കണം. ഈ സ്റ്റേറ്റിൽ നിന്ന്, സംസ്ഥാനത്ത് നിന്ന് ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയണമെങ്കിൽ 2 ചാൻസാണുള്ളൂ. ഒന്ന് പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ APC പ്രസിഡന്റ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മിറ്റി കൂടും. കൂടുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായം പറയാം. അത് തെറ്റില്ല. ഇതൊക്കെ വാസ്തവന് സുധാകരനെ പോലെ തെമ്മാടികളുണ്ട്, നട്ടിലടിക്കാത്തതിന്. ഇതിന് ഇന്നിപ്പോൾ എന്തോ കുര്യൻ എന്തോ പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അവർ 2ാമത്തെ പറയും, പക്ഷേ കിട്ടുന്നില്ല. എല്ലാം തിന്ന് സങ്കടം സമ്പാദിച്ച് പേരും പെരുമയ്ക്കായി 80 വയസ്സായി വീട്ടിലിരിക്കേണ്ട ഈ വൃദ്ധന്മാരൊക്കെ തന്നെ നിൽക്കാൻ പറ്റില്ല, അവർക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മുടെ അണികൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രമുഖത്തിലോ തെരുവിലിറങ്ങണം. ഇതുപോലെ തെമ്മാടികളുണ്ടോ കല്ല് വെച്ചറിയണം. ആരായിരുന്നു? AORB
അല്ല മുരളി തൊട്ടിന് പിടിച്ചൊക്കെ മുരളി മറുപടി പറയുന്നുണ്ട്. മുരളിക്ക് മറുപടി അറിയും കോൺഗ്രസ് കാര്യം പറയും എന്ത് അവകാശം? മുരളി ആരാണ്? KPCC പ്രസിഡന്റാണോ? പ്രതിപക്ഷ നേതാവാണോ? അല്ല. അതുപോലെ കമ്മിറ്റി വിടും അതാത് പ്രവർത്തകർക്കും നേതാക്കൾക്കും അഭിപ്രായം പറയുക. എൻ്റെ അഭിപ്രായം ഇതാണ്. പിന്നെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിഹാസ് പറഞ്ഞൊരു അഭിപ്രായം എന്താണ്? എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അല്ല, മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്ന് ആയിരിക്കുന്നു ആകണമെന്ന് പറഞ്ഞിട്ടില്ല. അതിന് എന്തെല്ലാം കോലാഹലം പറഞ്ഞു. അവരാരും പറയാൻ. അങ്ങനെയെങ്കിൽ DCC പ്രസിഡന്റ് എന്ന ലൈവാണ് ഇപ്പം നിലനിൽക്കുകയാണ് ലൈവാണ്. ആ DCC പ്രസിഡന്റ് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ആകണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞാൽ അതിന് പിന്നെ കൊമ്പ് കൊഴിച്ച കോൺഗ്രസ് നേതാക്കളെ ഈ സുധാകരൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് പ്രതികരിച്ചിട്ടുണ്ട്? ഇല്ലെന്നല്ല, പ്രതികരണം പോരാ. ഇതൊക്കെ നാട്ടുകാർ മുട്ടുകാലി തല്ലി ഓടിച്ചാൽ ഇവരൊക്കെ പാഠം പഠിക്കും ആരായാലും. അതുപോലെ വൃത്തിയുടെ അടിച്ച് എന്നെ നിങ്ങൾ മുട്ടുകാലി തല്ലി ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല, അപ്പോഴും പാഠം പഠിക്കുള്ളൂ. ഞാൻ ഒരു സുധാകരൻ മാത്രമല്ല, എല്ലാവരും. ഞാൻ വീണ്ടും പറയുന്നു, KPCC പ്രസിഡൻ്റാണോ പിന്നെ പ്രതിപക്ഷ നേതാവാണോ? ഈ രണ്ട് പാർട്ടിക്കാണ് കേരളത്തെ സംബന്ധിച്ച് UDFിന് ആദ്യം പറയാനുള്ളത്. അല്ലെങ്കിൽ അതാത് ഘടകകക്ഷികളുടെ നേതാക്കൾക്ക് പറയാം. അത് കമ്മിറ്റി കൂടുമ്പോഴും. ഏത് കമ്മിറ്റി? ഐക്യമുന്നണിയുടെ ഒരു കമ്മിറ്റി കൂടുമ്പോൾ അതാത് ഘടകകക്ഷിയുടെ നേതാക്കൾക്ക് അഭിപ്രായം പറയാം, കുഴപ്പമില്ല. അല്ല തൊട്ടിന് പിടിച്ച് ആളാകാൻ വേണ്ടി ചാനലുകാർ കൊത്തിപ്പൊക്കി നടക്കണം. വേശ്യ സ്ത്രീകൾ അവർ ഇത് വിൽക്കാൻ കൊണ്ടെടുക്കുമ്പോൾ പത്രക്കാരും ചില തെമ്മാടി ആദ്യം പത്രക്കാരുണ്ടല്ലോ, വെറുതെ വിഷുവിനൊക്കെ ആളെ കൂട്ടാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഇത് കാണാൻ മനസ്സിലാക്കാൻ കഴിവില്ല. സാധാരണഗതിയിൽ എന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി വോട്ടെണ്ണം. മൊത്തം MLA മാരുണ്ടാവും. UDFിനാണ് കൂടുതൽ MLA മാരെങ്കിൽ ആ MLA മാരെല്ലാം വിളിക്കുക. അതിന് ദേശീയ ലെവലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, സംസ്ഥാനത്തിന് തീരാം. സംസ്ഥാന KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ്, കാരണം പ്രതിപക്ഷ നേതാവ് പറയാൻ കാരണം മറ്റ് മുന്നണിയുടെ ആൾ കൂടിയാണല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നെ നേതൃത്വത്തിൽ ജയിച്ച എല്ലാ MLA മാരും വിളിക്കുക. നമുക്ക് മുഖ്യമന്ത്രി വേണം. ആര് വേണം? നിങ്ങൾ ആരെല്ലാം മുഖ്യമന്ത്രി ആകുന്നോ അവർ പേരെടുക്കുക. എന്നിട്ട് അവർ സ്ലിപ്പ് കൊടുക്കുക. നിങ്ങൾ കാര്യമായിട്ടത് സ്ലിപ്പ് ചെയ്യുക. 3 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീരെ ആരും അറിയില്ല. അതിൽ ഭൂരിപക്ഷം MLA മാർ പറയുന്ന ആളുകൾ കൊടുക്കണം. അത് നേരെ AICC അറിയിക്കുക, AICC പാസ്സാക്കി എടുക്കുക. അല്ലാതെ സംസ്ഥാന ഘടകം ഒരു തീരുമാനം എടുത്തില്ല, അത് പാസ്സാക്കി എടുക്കാൻ പ്രത്യേക കമ്മിറ്റി ഒന്നും കൊണ്ട് ആവശ്യമില്ല. AICC അറിയിക്കുക, സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ AICC പ്രതിനിധി, ഇപ്പോൾ ഒരു പ്രതിനിധി ഉണ്ടല്ലോ ഇവിടെ AICC, ആ പ്രതിനിധിയെ ക്ഷണിക്കാം. എന്നിട്ട് ആ പ്രതിനിധി ഇങ്ങനെയാണ് ഇവിടെ തീരുമാനം എന്ന് പറഞ്ഞാൽ AICC അറിയിക്കുക, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പാസ്സാക്കുക. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തീരും, ഒരു വിഷയമില്ല. അപ്പോൾ ഇത് കക്കാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി ആയാൽ രൂപതയുണ്ട്, അതിരൂപതയുണ്ട്. പണ്ട് ബേബി പറഞ്ഞ പോലെ രൂപത എന്ന് പറഞ്ഞാൽ രൂപത, അതിരൂപത, അധികം രൂപത. അത് കളിയാക്കുന്ന പരിപാടി ഞാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതുപോലെ ഈ കക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഇന്ന വകുപ്പ് വേണം, ഇന്ന മുഖ്യമന്ത്രി വേണം, ഇതൊക്കെ പറഞ്ഞ് കള്ളന്മാരാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് പരസ്യമായിട്ട് ഇവർക്കെല്ലാം ഈ മുഖ്യമന്ത്രിമാർക്കെല്ലാം സ്ഥാനാർത്ഥികൾക്കെല്ലാം ഒരു ചാനലുണ്ട്. ഒരു കബീർ ഒരു ചാനൽ വരും, ഒരു ചാനൽ ബഷീർ, ഒക്കെ കാക്കന്മാർ പേരാണ്. നടത്ത അവരുടെ സെലിബ്രിറ്റികളാണ്. മുരളിയുടെ ഒരു ചാനൽ ബഷീർ എന്ന് പറഞ്ഞിട്ട് ബഷീർ വെട്ടത്തിൽ അവന് അറിയുന്ന പോലുമില്ല. കാരണം അതിൻ്റെ കാര്യത്തോളം എല്ലാം എടുത്ത് അതാത് ദിവസങ്ങൾ 8ഉം 10ഉം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുരളിയുടെ ചാനലാണ്. ഇപ്പോൾ സതീശൻ്റെ ഒരു കബീർ, അൽ കബീർ, ഒരു കബീർ ഒരു ചാനൽ വെച്ചിട്ട് പുള്ളിക്കൊണ്ട് വായിക്കുക. അങ്ങനെയൊക്കെ രമേഷും എല്ലാ കള്ളന്മാർക്കും ജനങ്ങൾ കണ്ണ് കെട്ട് മടുത്തുന്ന ഒരു അവസാനം വേണ്ട. എന്തിനൊരു അവസാനം വേണമല്ലോ. ഇവിടെ BJP സംഘപരിവാർ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യം എടുത്തെടുത്ത് തീരാറായി. ഈ കോൺഗ്രസിലെ കള്ളന്മാർക്ക്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കള്ളന്മാർക്കുണ്ടല്ലോ, ഒരു വ്യാകുലതയില്ല. അവർ പ്രധാനമന്ത്രി ആകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകണം എന്നല്ലാതെ എങ്ങനെ ആകാം? ഭൂരിപക്ഷം MLA മാർ കിട്ടട്ടെ. ഭൂരിപക്ഷം MLA മാർ കിട്ടിയാലല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. അതല്ല നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കേരളത്തിൽ ഏതാണ്ട് 1/3 കൂടുതൽ വരുന്ന മുസ്ലിം സമുദായം.
രാഷ്ട്രീയ നേതാക്കളെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ബാധിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളും രാഷ്ട്രീയ പത്രപ്രവർത്തന കോമരങ്ങളും കേൾക്കാൻ വേണ്ടിയാണ്. മൂന്നിലൊന്ന് വരുന്ന മുസ്ലിം സമുദായം, അതിൽ 97% ഇത്തവണ UDF വോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു പേരിലാണ് ഞങ്ങൾ പറഞ്ഞ ഒരു 72 സീറ്റ് 75 ഇടയ്ക്ക് കിട്ടും എന്ന് ഞങ്ങൾ പറഞ്ഞ ആ ഒരു കണക്കൂടില്ല. അതിൽ പല അടികൊടുക്കേണ്ടെങ്കിലും അതല്ലാതെ ഈ 100 ആൾ ചെയ്യുമ്പോൾ ഒരു 1000 ഒന്ന് വോട്ട് ചെയ്യുന്നത്, ആ 1000ആണോ കേരളം ഭരിക്കാൻ അനുവാദം സീറ്റ് കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത്? എടോ സതീശ, രമേശ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, എല്ലാ നായന്മാർ നേതാക്കളും കേൾക്കാൻ പറയാണ്. എടോ നിങ്ങൾ ആകെ 9% കേരളത്തിലുള്ളൂ. നീ 10 പിടിച്ചോ. 10% 50-60% ഇന്നും സംഘപരിവാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാ. കാരണം RSSൻ്റെ ബേസ് നായരാണ് കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി 40% വെച്ചോ. 40% 2 പോകും, അത് കമ്മ്യൂണിസ്റ്റിക്കും പോകും, പിന്നെ UDF പോകും. അപ്പം 10% 40 2 10% 40 4 4 4 2 കിട്ടിയ മാക്സിമം കിട്ടിയ അത്ര ഇല്ല. 9% ഉള്ളൂ, 60-70% പോയി. ഏതാണ്ട് 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ വോട്ടാണ് 1000 രൂപ കിട്ടുന്നത്. അത് വേണ്ടി അത് ഞാൻ പറഞ്ഞു മതി. എന്നിട്ട് ഈ 4 നായന്മാർക്ക് മുഖ്യ സ്ഥാനം വേണമെന്ന് പറയാൻ എന്ത് പ്രിവിലേജാണ് നിങ്ങൾക്കുള്ളത്? എന്താണ് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത? പക്ഷേ ഭൂരിപക്ഷം MLA പറയുകയാണെങ്കിൽ നിങ്ങൾ ആയിക്കോ, നമുക്കടുത്ത് തടസ്സമൊന്നുമില്ല. ജയിച്ച് വന്നതിൽ ഭൂരിപക്ഷം MLA പറയുന്ന ഒരു നായരെ ആക്കുന്നത് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല, മുസ്ലിം സമുദായത്തുമില്ല, മറ്റ് പ്രതിപക്ഷം ഒന്നുമില്ല. അല്ല, ഓരോരുത്തരും ചരട് വലിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ മഹത്വങ്ങൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് മുരളീധരൻ്റെ, സതീശൻ്റെ, രമേശിൻ്റെ, പിന്നെ OCയുടെ, KCയുടെ ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എന്താണ് അവരുടെ മഹത്വങ്ങൾ വെച്ചുകൊണ്ട് ചാനൽ പോലെ ഇറക്കാട് ഓരോരുത്തരെ കൊണ്ട് പൈസ കൊടുത്തുണ്ടാക്കിയിട്ട് ഇവനൊക്കെ അപ്പം നാട് നന്നാക്കാനാണോ? ഇനി ഒരു മുഖ്യമന്ത്രി തീരുമാനിച്ചു, അത് കഴിഞ്ഞാൽ ഒരു മന്ത്രിമാർ എന്തെല്ലാം പ്രശ്നം, ഇത് കഴിഞ്ഞ് ഭരിക്കാൻ വരുമ്പോൾ ജനങ്ങളെ തൃപ്തിയാവുമോ? വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇതെല്ലാം കലക്കി അവസാനം BJPയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കള്ളന്മാർ തീരുമാനം. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. എന്താ കാരണം അറിയോ? തിരുവനന്തപുരം പിന്നെ മേയറിൽ തെരഞ്ഞെടുപ്പില്ലേ BJPക്ക് ജയിക്കാൻ വേണ്ടി 10 മണ്ഡലത്തിൽ 800-1000 താഴെ വോട്ടുള്ളൂ. അപ്പുറത്തേക്ക് 8000-9000 വോട്ടുണ്ട്. ഇത് UDF കമ്മ്യൂണിസ്റ്റ് മുന്നണികൾ അറിയാതിരിക്കുമോ? അപ്പോൾ ഇതാണ് പകൽ കച്ചവടം, പൂട്ട് കച്ചവടം, കോടികളുടെ ഇടപാടാണ് BJPക്ക്. ഇതിപ്പോൾ ഹരിയാനയില്ല പറ്റുമോ? അല്ല, ഹരിയാന പിന്നെ തെരഞ്ഞെടുപ്പ് BJP കോൺഗ്രസ് വോട്ട് ചെയ്തേക്കാം. അത് ചില കാക്കാമരുണ്ട്, സ്വാധീനിച്ചാൽ പണം കൂട്ടി കാണും. 10 കോടിയോ 20 കോടിയോ കിട്ടിക്കഴിച്ചാൽ പിന്നെ എന്ത് പ്രശ്നമൊന്നും. നമ്മൾ ഈ കൊക്കോകോള ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിലെ കാര്യം പറയാം. കൊക്കോകോള അറിയാലോ, അവരെന്താ പറഞ്ഞറിയോ? ഈ കൊച്ചു സോഡ ഫാക്ടറി ഉണ്ടായിരുന്നു, അവരെടുത്തിട്ട് അവർ ഓണർ, അത് പ്രൊപ്പറേറ്റർ ഉള്ളതല്ല, കമ്പനി ഒന്നുമില്ല, പ്രൊപ്പറേറ്റർ പറയും നിങ്ങൾ ഇതേവരെ മുടക്കിയതിൻ്റെ ഇരട്ടി കാശ്, ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ ഇതേവരെ മുടക്കിയതിൻ്റെ ഇരട്ടി കാശ് 10% എക്സ്ട്രാ നിങ്ങൾക്കൊരു ഏജൻസി തീർന്നല്ലേ. പിന്നെ ഏതെങ്കിലും ചെറിയ സമ്മതിക്കാതിരിക്കുമോ? അങ്ങനെ എല്ലാ കൊച്ചു സോഡ കമ്പനി കിട്ടിപ്പോയി കൊക്കകൾ അവരുടെ കയ്യിലായി. 10 പൈസ പോലും വിലയില്ലാത്ത വെള്ളത്തിൽ കളർ ചേർത്ത് അല്പം പഞ്ചായത്ത് ചേർത്തതിന് 20, 30, 50, ഞാൻ കുടിക്കാറൊന്നുമില്ല, എന്തോ രൂപയാണ്. അങ്ങനെ ഓരോ തട്ടിപ്പത് പണക്കാർക്ക് വേണ്ടി ബാധിക്കുക. ഇതും തമിഴ്നാട്ടിലെ സാന്റിയാഗോ മാർട്ടിൻ കള്ളത്തത്തിൻ്റെ ലോകത്തിൻ്റെ നമ്പർ 1 ഫ്രോഡാണ്. അയാളെയാണ് ഈ കലൂര്, നോർത്ത്, എറണാകുളം ഭാഗത്തൊക്കെ കാണുന്ന കടകളെല്ലാം കോടികൾ കൊടുത്ത് ഒഴിപ്പിച്ചെടുത്ത് ലോട്ടറി വിൽപ്പനയാണ്. അവിടെ മറ്റു കടകളൊക്കെ വിജയിക്കാതെ പോയി. അവസാനം 9-8 കോടികൾ കൊടുത്തെടുത്ത്. ഭാര്യയുണ്ട്, 5000 കോടിയുടെ സ്വത്തുള്ള ഭാര്യ, ലിമ റോസ്, സ്ഥാനാർത്ഥിയാണ്. ജോസഫ് വിജയനേക്കാളൊക്കെ കൂടുതൽ സ്വത്തുണ്ട്. ജോസഫ് വിജയന് 1000 കോടി ആയിട്ടുള്ളൂ, ഇത് 5000 കോടിയാണ്. കണക്കില്ല, അല്ലാതെ എത്ര കോടിയുണ്ട്. അവർ സ്വന്തം ചെലവിൽ എല്ലാവർക്കും സാധനം കൊടുക്കാണ്, മെറ്റീരിയൽസൊക്കെ. ഇവരൊക്കെ വന്ന് ഭരണത്തിൽ കയറിയാൽ പാവപ്പെട്ടവന് ബാധിക്കുമോ, അത് ഈ സമ്പന്നർക്ക് വേണ്ടി ബാധിക്കും. അതിന് പെരുമ്പാവൂർ മേഖല എടുക്കാം. പെരുമ്പാവൂർ മേഖല
അതിന് പ്രധാനമായിട്ടും റേഷനൊക്കെ പൂട്ടിപ്പോയി. മരം മില്ലാണല്ലോ, മരം മില്ലിൻ്റെ മെയിൻ കേന്ദ്രമാണ് പെരുമ്പാവൂർ. കേരളത്തിൽ പിന്നെ കോഴിക്കോട് ഉണ്ട്, കല്ലായി ഉണ്ട്. കല്ലായി തേക്കിൻ്റെയാണ്, മൊത്തം മരത്തിന് പെരുമ്പാവൂരാണ് കേരളത്തിൽ. ആ മരത്തിൻ്റെ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട് ഒരാളാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ ഡെപ്യൂട്ടി മേയറോ ഡെപ്യൂട്ടി പ്രസിഡന്റ് മെയിൻ സ്ഥാനത്തുകളാണ്. പിന്നെ ഇനി അവർക്കെതിരെ എന്തെങ്കിലും ഈ സർക്കാർ വരുന്ന സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് പയ്യാണ് 10 ആഘോഷമുള്ള പയ്യനെ കുറ്റപ്പെടുത്തിയല്ല. അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ LDFിൻ്റെ കാലത്ത് വീണ ജോർജിന് എന്താക്കി ആശുപത്രി വകുപ്പ് കൊടുത്തു, ആരോഗ്യ വകുപ്പ്. എന്താ കാരണം കേരളത്തിലെ സമ്പന്നന്മാരുടെ കയ്യിലുള്ള ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിൽ 90% അച്ഛന്മാരുടെയാണ്. ഇത് അച്ഛന്മാരുടെ സംഘടനയുടെ സെക്രട്ടറിയുടെ ഭാര്യയാണ്. അത് പിണറായി കൊടുക്കുക ചെയ്തു. അതിന് മറ്റു പല ഗന്ധങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് അപകടം എന്നിട്ട് അവർ താങ്ങുമ്പോൾ തുടക്കമാണ്. അതിനുശേഷം ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2014 ഉണ്ടാക്കി. 16 വർഷമായില്ലേ, അല്ലെങ്കിൽ 15 വർഷമായില്ലേ? ഈ 15 വർഷത്തിന് കേരളത്തെ നിയമം നടപ്പാക്കാൻ പറ്റുമോ? അന്ന് ശിവകുമാറായത്, ട്രിവാൻഡ്രത്തെ മന്ത്രി, ആക്ച്വലി കോടികൾ വാങ്ങിച്ച പരാതിയാണ്. അത് കഴിഞ്ഞ് മറ്റേ അമ്മ വന്ന്, അമ്മയും ശ്രദ്ധിച്ചില്ല. പിന്നെ വീണയും വന്ന്, ആരും ശ്രദ്ധിച്ചില്ല. എന്ത് തീവെട്ടുകളാണ് സ്വകാര്യ ആവശ്യം ചെയ്യുന്നത്. തൊട്ടതിനും പിടിച്ചതിനും എത്ര ലക്ഷങ്ങൾ ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നത്. ഞാൻ കേരളത്തിലെ കാര്യം, എറണാകുളത്തെ കാര്യം പറയാം. ഇവിടെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, പിന്നെ പഞ്ചായത്ത് ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ഉണ്ടെങ്കിലും ഒരൊറ്റ ന്യൂറോ സാധ്യത വെച്ചിട്ടില്ല. ഒക്കെ ലൂതയിലേക്കോ അല്ലെങ്കിൽ ലിസിയിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിലോ അങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലും അത് തൊട്ട ലക്ഷങ്ങളാണല്ലോ. ആര് സ്വാധീനിച്ചിട്ടാണ്? ഒരിക്കൽ ചെല്ലുമ്പോൾ ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിപ്പോൾ ന്യൂറോ സർജൻ്റെ പേരും ആ ലിസ്റ്റിൽ പേരും ഒരു ഹെഡിങ് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കടലാസ് മായ്ച്ചു കളഞ്ഞേക്കാം, മായ്ക്കൽ മറച്ചു വെച്ചിരിക്കാം. അപ്പോഴും മറ്റൊരു ഇടപെട്ടു, ഏത് വേണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇതാണ് അവസ്ഥ. അപ്പോൾ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതാണ്, വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഈ മന്ത്രിമാരെ കുറിച്ച് ഇതിന് പറഞ്ഞില്ല, 5 പേർക്ക് ഒരു മന്ത്രിയാണ് കൊടുക്കാവുള്ളൂ. 10 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ചിഹ്നം കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ മൊത്തം ചിഹ്നം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഇന്നിപ്പോൾ ജോസഫ് ഗ്രൂപ്പ്, നിങ്ങൾ ആലോചിച്ചു, ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിസ്ഥാനം വേണമെന്നവരെ ചോദിക്കണം. 2 മന്ത്രിസ്ഥാനം ചോദിക്കാതെ കിട്ടുന്നില്ല. 2 മന്ത്രിസ്ഥാനം ജോസഫ് ഗ്രൂപ്പ് കൊടുക്കില്ല. ജോസഫ് ഗ്രൂപ്പ് എത്ര ജയിക്കും? 8. കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റിൽ 2 സീറ്റാണ് കിട്ടിയത്. അത് മുസ്ലിം ലീഗിന് ഈ 27 സീറ്റായിട്ട് 25 സീറ്റ് കൊടുത്തില്ല, അതിൽ 16-15 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളി ജയിച്ചു. ഇത് 20% ജയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അത് 8 സീറ്റാക്കി. ചിലപ്പോൾ ഒരു സീറ്റ് ജയിച്ച് അത്രേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ സീറ്റ് ജയിക്കാൻ സാധ്യമില്ല. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ തന്നെ ഭാഗ്യം. ഇപ്പോൾ 2 ചോദിക്കുകയാണ്, ഇരിക്കട്ടെ എന്ന്. ഇതെല്ലാം കൂടി ഇവർ കൊടുക്കാൻ പറ്റുമോ? എത്രയുണ്ടാവും മൊത്തത്തിൽ ജനസംഖ്യയിൽ? അപ്പോൾ അന്നും ഇന്നും നമ്മൾ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളോട് പറയുന്നത്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങളിൽ കൊടുക്കാവൂ, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊടുക്കണം. ഒന്നിൽ കൊടുക്കാവൂ, ഒന്നിൽ കൊടുക്കും. 2 വലിയ അർത്ഥതലങ്ങളുണ്ട്. എന്താണ് ഞങ്ങൾ ഇത്രയും പാടുപെട്ട് ഉറക്കമൊഴിഞ്ഞ് ഈ വിഷയങ്ങൾ പഠിച്ച് പറയുന്നത്? ഒരു പരിധിവരെയെങ്കിലും ജനങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്നുള്ള ഒരു പരിധിവരെയെങ്കിലും. മുഴുവൻ നടക്കില്ല. നിഷ്പക്ഷം എന്ന് പറഞ്ഞത് ലോകത്തില്ല. ഏതെങ്കിലും ജാതിയോടോ മതത്തോടോ പ്രദേശത്തോടോ പക്ഷം പിടിക്കാത്ത ഒരൊറ്റ ആളും ലോകത്തില്ല. പ്രവാചകന്മാർ വരെയില്ല, പിന്നെയുള്ള മനുഷ്യർ വരുന്നത്. പ്രവാചകൻ മനുഷ്യവർഗത്തിലാണെങ്കിലും. അപ്പോൾ എന്നാലും ഒരു സാമാന്യ നീക്കി ഏകദേശം രൂപപ്പെട്ടെ എന്തൊരു തീപ്പെട്ടികൾ ചെയ്ത് അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. പണക്കാർക്ക് വേണ്ടി മാത്രം. ഇപ്പം പറയുന്ന BJP ഗവൺമെൻറ് ഒരു അഴിമതി ചെയ്യുന്നില്ല. LDF ഗവൺമെൻറ് UDF ഗവൺമെൻറ് അഴിമതി ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ BJP നേതാക്കളുടെ പ്രസ്താവന. എന്തിനാ അഴിമതിയാണ്? ഖജനാവ് അവരുടെ കയ്യിലാണ്. സ്വകാര്യ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ വിറ്റ് കോടികൾക്ക് കൊടുത്ത് ആരതിൻ്റെ പുറകിൽ അവർ തന്നെയാണ്. പിന്നെ ഇതിനെ പ്രത്യേക അഴിമതി ചെയ്താൽ 1000 കോടി അല്ലെങ്കിൽ 300 കോടി 100 കോടിയൊക്കെ അല്ലേ? ഇത് 10,000 കോടിയാണ്. ഒരു വകുപ്പ് റെയിൽ എത്രയെല്ലാം വകുപ്പ് സ്വകാര്യ കമ്പനി കൊടുത്ത് എല്ലാവരും ഒരു അക്കൗണ്ടിലേക്ക് പോകുന്നു ഒരാൾ. എന്നിട്ട് പറയണം ഞങ്ങൾ പോന്നാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അഴിമതി ഉണ്ടാവില്ല എന്നില്ല. വളരെ ശ്രദ്ധിച്ചു അപകടം. അപ്പം ഇതിനൊക്കെ കാരണം നമ്മൾ പറയുന്നത്
ഈ കഴിഞ്ഞ രാഹുൽ ഗാന്ധി ഇതിന് തലപ്പത്ത് വന്നതിന് ശേഷം ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും കോൺഗ്രസ് അനുഭാവികൾ, കോൺഗ്രസ് പ്രവർത്തകരായവരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. കാരണം അവർക്ക് രാഹുൽ ഗാന്ധി ക്രിസ്ത്യാനിയായിട്ട് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ എല്ലാ സാഹചര്യവും അവർ വച്ചു കൊടുത്തു. എന്താ വച്ചു കൊടുത്ത്? അങ്ങനെ സോണിയാഗാന്ധി ഇന്ത്യയിൽ വന്നെങ്കിൽ ഓക്കെ, വന്നത് എന്തോ ആവട്ടെ, ഒരു ലക്ഷ്മി എന്നോട്ട് പേരിട്ട് ആ ഇതിൽ പോവാം. അല്ലെങ്കിൽ മകളുടെ കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ മകളുടെ പ്രിയങ്കയുടെ കല്യാണം ആലോചിച്ചപ്പോഴേ നമ്മൾ നരസിംഹറാവുവിൻ്റെ പെങ്ങളുടെ മകൻ 5000 ഏക്കറായിട്ട് ഉള്ള വലിയ ഭൂവുടമയാണ്, ഒന്നാമത്തെ പക്ക ബ്രാഹ്മണനാണ്. അവരാലോചിച്ച് കൊടുത്തില്ല. എന്നിട്ട് ഒരു ഗതിയില്ലാത്ത ഈ വധേര, റോബർട്ട് വധേര പള്ളിയിൽ ദിവസം ഡൽഹി ചെല്ലും, പള്ളിയിൽ അമ്മയും മോളും ചെല്ലുന്നത് ഈ ചെറുക്കൻ ചെല്ലും, അങ്ങനെ പരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവസാനം അവർക്കൂടെ കെട്ടിച്ചുവിട്ട്. എന്നിട്ട് പക്ക കത്തോലിക്കൻ റോബർട്ട് വധേര അങ്ങനെ പക്ക കത്തോലിക്ക കല്യാണം കഴിച്ചു. മകൻ്റെ പേര് കത്തോലിക്ക കിട്ടിട്ട് ഇവിടെ 80% ഹിന്ദുക്കളുടെ ഇവിടെ വന്നിട്ട് നിങ്ങൾ 2% പോലും ഇല്ലാതെ നിങ്ങൾ നേതൃത്വം കൊടുത്താൽ വോട്ട് കിട്ടുമോ, ആൾ കിട്ടുമോ? അതിൽ ഓരോ സ്ഥലത്തും ഇലക്ഷൻ വരുമ്പോൾ, രാജ്യസഭയിലൊക്കെ വരുമ്പോൾ മുസ്ലിങ്ങളും മറ്റ് ഹിന്ദുക്കളും BJP കൊടുത്തോണ്. ഇവർക്കൂടി സഹിക്കാൻ പറ്റില്ല. കാരണം അറിയോ, സോണിയാഗാന്ധി തലപ്പത്തിരുന്നപ്പോൾ 10 പ്രധാനപ്പെട്ട ആൾക്കാരെ വെച്ചു. അത് കേരളത്തിലെ ആണ് 10 പേരിൽ സോണിയാഗാന്ധി, പ്രിയങ്ക, പിന്നെ അന്ന് പ്രിയങ്കയില്ല, രാഹുൽ കഴിച്ച, ബാക്കി ആ തൊപ്പിക്കാരൻ, കാശ്മീർകാരൻ, പിന്നെ ഈ ഗാർഗി, 4 പേര് വെച്ച് ബാക്കി 6 പേര് കേരളത്തിൽ കത്തോലിക്കർ. ഞാൻ നിങ്ങൾ എന്തിനോട് നിൽക്കപ്പാട്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയപ്പോൾ ശരിയാണ്. പക്ഷെ രാജ്യം നശിച്ചു പോകുന്നത് അതാണ്. എന്നിട്ട് ഈ 6 പേരിൽ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? KB തോമസ് പോയി, PC ചാക്ക പോയി, മറ്റേ മലയാളം സംസാരിക്കാത്ത തൃശ്ശൂർക്കാരൻ പോയി, ജോസഫ് കുര്യൻ ഉണ്ടെങ്കിലും ഇല്ലാത്തതില്ലാണ്. ആകെ കൊണ്ട് ബാക്കി ഉള്ളത് ഉമ്മൻചാണ്ടി മരിച്ചു പോയി. അവരുണ്ടായോ? ഭരണം പോയി, ഇപ്പം അവരങ്ങോട്ട് പോയി. അതുപോലെയാണ് ഇപ്പോൾ ഓരോ സ്ഥാനം വരുമ്പോഴും ഈ 2% ക്രിസ്ത്യൻ സമുദായം എല്ലാ തലപ്പത്തും കയറി അധികാരത്തിൽ ഇരിക്കാൻ ചരട് വലിച്ചാൽ അത് വലിയ അപകടമാണ്. ആ അപകടം മനസ്സിലാക്കണം സംഘപരിവാർ. ഇപ്പം പറയുന്ന 17,208 കോടി രൂപ കഴിഞ്ഞ വർഷം മാത്രം ക്രിസ്ത്യൻ സഭ ഇവിടെ മതപരിവർത്തനത്തിന് ഉപയോഗിച്ചാണ് BJP പറയുന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്നത്. 17,208 കോടി രൂപ ഒരു വർഷം. 1-2 ആയിരമല്ല, 17,208 രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയിൽ മതപ്രചരണത്തിന് വേണ്ടി സഭകൾ ചെയ്തതാണ്. ഒന്നുമില്ല പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് നേരെ കോടതി പോകാമല്ലോ, മാനസിക കേസ് കൊടുക്കാമല്ലോ. സഭയിൽ കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് ഈ മതപ്രവർത്തകർ, അതായത് ആരാധനകളിൽ കൂടിയുള്ള, ആതുര ശുശ്രൂഷാലയങ്ങളിൽ കൂടിയുള്ള ഈ മതപ്രചരണം ഒരു പാർട്ടി അനുവദിക്കരുത്. ക്രിസ്ത്യാനിക്കുമല്ല, മുസ്ലിമില്ല, ഹിന്ദുവില്ല, ആർക്കുമില്ല. അവർക്ക് അവർ അമ്പലം വഴിയോ ചർച്ച് വഴിയോ മോസ്ക് വഴിയോ അതൊക്കെ, അല്ലെങ്കിൽ അവരുടെ പിന്നെ അതുപോലെ പഠന കേന്ദ്രങ്ങൾ, സ്കൂൾ വെച്ച്. ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യയിൽ എത്ര വർഷമായി തൊട്ടേനും പിടിച്ചതിനൊക്കെ മതപ്രചരണമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കവിതാ തിയേറ്റർ ഉണ്ടാക്കി നമ്മുടെ ഇക്ബാൽ സേട്ട് മറ്റേ പുള്ളിക്കാരൻ ബാബു സേട്ട്, അവിടെ മതമായിട്ട് ഒരു ബന്ധമില്ല. ടോളിൽ വനിതാ തിയേറ്റർ വനിതാ സ്വർണ്ണക്കടക്കാർ രണ്ടും തുടങ്ങുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. സിനിമ തിയേറ്ററിൽ അത് സിനിമ കൊണ്ട് പോയിക്കൊള്ളും. അങ്ങനെ ഒരു കാരണവശാലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ മതപ്രചരണം ചിഹ്നം ഉപയോഗിക്കരുത്. നിങ്ങൾ പള്ളികൾ ഉപയോഗിച്ചോ, ചർച്ചിൽ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ചോ, അല്ലെങ്കിൽ മോസ്കിൽ വെച്ചോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ അതുപോലെ മതസംഘടനകൾ നടത്തുന്ന സ്ഥലത്തുണ്ടോ, അല്ലെങ്കിൽ പൊതു പബ്ലിക്കായിട്ട് പോയി സ്കൂളുകൾ, ആശുപത്രി, ഇത് ലിസി ഹോസ്പിറ്റലിൽ പറിച്ചാലും ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഏത് സ്കൂളിൽ ചെന്നാലും കോളേജിൽ ചെന്നാലും ബൈബിളിൽ തുറന്ന് പറഞ്ഞത്. ഇനി അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതിനെ സമ്മതിക്കണം. ബൈബിൾ മാത്രമല്ല, ഒരു ഗീത ഒന്നും പറ്റില്ല, ഖുർആനൊന്നും പറ്റില്ല. അതൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ സംഘപരിവാർ എടുത്തു വെച്ചാൽ ജനങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യും, അറിയാതെ സപ്പോർട്ട് ചെയ്യും. കാര്യത്തിൽ കിടപ്പ് മനസ്സിലാക്കണം, അടിയൊഴുക്ക് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ വീണ്ടും കോൺഗ്രസ്സുകാരോട് പറയാണ്, കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതാക്കളാണ്, എല്ലാവർക്കും തുല്യനീതി വേണം, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാ വിഭാഗങ്ങൾക്കും വേണം. ആ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഇതുവരെ കിട്ടാത്തത് മുസ്ലിങ്ങൾക്കാണ്. അതാണ് അവരുടെ കാര്യം പറയുന്നത്. അല്ല മുസ്ലിം പ്രത്യേക പ്രാധാന്യം, മുസ്ലിമായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് അത് എടുത്തു വരുന്നത്. അവർക്ക് 7 മന്ത്രിസ്ഥാനം കൊടുക്കണം. അതിൽ 4 ലീഗിന് കൊടുക്കാൻ നിങ്ങൾ ഇട്ടോ, ബാക്കി 3 മന്ത്രിസ്ഥാനം, 1 ഉപമുഖ്യ സ്ഥാനം കൊടുക്കണം. ബാക്കി ആർക്കും കൊടുത്താൽ വിരോധമില്ല.
അത് കൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവും സമരമുറകളും നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.